ജോജു ചെമ്പൻ പല്ലിശ്ശേരി എന്തൊക്കെയോ വലിയ വിഷയങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയങ്ങൾ നടക്കുന്നതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, 3 പേരും തമ്മിൽ അടിച്ചു പിരിഞ്ഞ്. അതുകൊണ്ടൊക്കെയാണല്ലോ ഇപ്പോൾ ജോജു പറയുന്നത്. ഇപ്പോൾ ജോജു തെറി പറയുന്ന ചുരുളിയിലെ രംഗമില്ലേ, അത് മകളെ ആരാണ്ട് ട്രോൾ കാണിക്കുന്നതിനിടയിൽ അത് കാണിച്ചു, പുള്ളിക്ക് ഭയങ്കര മോശമായിപ്പോയി എന്നാണ് പറയുന്നത്. സംഭവം ശരിയാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞെങ്കിൽ അതിങ്ങനൊരു അവസരത്തിൽ വന്നിട്ട് ഇങ്ങനെ പത്രക്കാരുടെ മുമ്പിൽ നിന്ന് വിളിക്കേണ്ട കാര്യമില്ല. അവർക്ക് തന്നെ സംസാരിച്ച് തീർക്കാവുന്ന കാര്യമുള്ളൂ. ഇപ്പം അന്ന് അങ്ങനെ തെറി പറഞ്ഞ വെർഷൻ ഇറക്കരുതെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയെങ്കിൽ അന്നേരം പ്രതികരിക്കേണ്ടതല്ലേ. ഇങ്ങനെ ആ പടം ഇറങ്ങിയിട്ട് ഇപ്പോൾ എത്ര നാളായി, 3-4 വർഷം കഴിയുമ്പോൾ ഒന്ന് പ്രതികരിക്കുന്നത് അത്ര നല്ല പരിപാടിയില്ലാണോ? എനിക്ക് മനസ്സിലാവും, ജോജുവിൻ്റെ മകളുടെ അടുത്ത് അങ്ങനെ ഒരാളിങ്ങനെ പറയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് മനസ്സിലാവും. പക്ഷേ പ്രതികരിക്കേണ്ട സമയം മാറിപ്പോയെന്നാണ് ഞാൻ പറയുന്നത്. എന്തായാലും അവർ തമ്മിലുള്ള ഒരു കോംബോ എനിക്കിഷ്ടമാണ്. പ്രത്യേകിച്ച് ചെമ്പനും ജോജുവായിട്ടുള്ള കോംബോ അവർ ചെയ്ത സിനിമകൾ പൊറിഞ്ചുമറിയത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിരിക്കാൻ തോന്നും. അതുപോലെ ശരിക്കും നല്ല അടിപൊളി 2 ആക്ടേഴ്സ് തമ്മിൽ കോർത്ത് വെക്കുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നമുക്കൊരു സുഖമാണ്. ആ ഒരു സംഭവമായിരുന്നു. എന്തായാലും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറി നല്ലൊരു സിനിമയായിട്ട് ഇവർ വീണ്ടും വരട്ടെ. ചുരുളിയിലെ പ്രശ്നങ്ങൾ നമുക്ക് മുമ്പിൽ ഒരു ചുരുള കഴിയാത്ത കാര്യങ്ങളായിട്ട് കിടക്കുന്നു. അഭിനയിച്ച പൈസ കൊടുത്തില്ല എന്ന് പറയുന്നു, കൊടുത്തു എന്ന് പറഞ്ഞ് എന്തോ ഒരു പേപ്പർ കൊണ്ടുകൊണ്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഈ പ്രശ്നം ഇനിയും മൂക്കാൻ സാധ്യതയുണ്ട്. കാരണം കോൺട്രാക്റ്റ് കാണിക്കാനൊക്കെ പറഞ്ഞിട്ട് ജോജു വന്നിട്ടുണ്ട്. കൂടാതെ ആ പടം നിർമ്മിച്ചത് ചെമ്പനും പല്ലിശ്ശേരിയും കൂടെ കൂടിയിട്ടാണ്. അധികം പണം കിട്ടുമെന്ന് പറയുമ്പോൾ നെറ്റ്ഫ്ലിക്സിന് വിറ്റു, വിത്ത് തെറി വെർഷൻ. പിന്നെ ജോജുവിൻ്റെ കാര്യത്തിൽ വേറൊരു കാര്യമുണ്ട്, ഈ തെറി വെർഷൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ അന്ന് പോയി അഭിനയിക്കേണ്ട കാര്യമില്ലാന്നല്ലെങ്കിൽ എന്തായാലും ഷൂട്ട് ചെയ്തെങ്കിൽ എവിടെയെങ്കിലും പുറത്ത് വരുമെന്ന് അറിയാമല്ലോ. എങ്ങനെയായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ള കാലമല്ലേ. പിന്നെ താല്പര്യമില്ലെങ്കിൽ താല്പര്യമില്ല എന്ന് പറയുന്ന റോൾ ഒഴിവാക്കണമായിരുന്നു. സാലറി കിട്ടാത്ത കാര്യമൊക്കെ അത് അന്നേരം തന്നെ കണക്ക് കുറഞ്ഞ് ഇരിക്കണമായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ എന്തൊക്കെയോ സംഘടനകളുണ്ട്, എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ഈ 5-8-10 വർഷം കഴിഞ്ഞിട്ട് വന്നിട്ട് ഇത് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. അത് നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കുവാണെങ്കിൽ നന്നായിരിക്കും. അല്ലെങ്കിൽ മാധ്യമങ്ങൾ എടുത്തിട്ട് അലക്കും എല്ലാവരെയും. 3 പേരെ ഇത്ര പറയാനുള്ളൂ.